ശബരിമലയിലെ സ്വർണ്ണ മോഷണത്തിൽ കേസെടുത്ത് അന്വേഷണം നടത്തണമെന്ന് ഹൈക്കോടതി. സ്വർണ്ണത്തിൽ തിരിമറി നടന്നുവെന്ന് വ്യക്തമാക്കിയ കോടതി അന്വേഷണം പൂർത്തിയാക്കാൻ 6 ആഴ്ച സമയം അനുവദിച്ചു. 2 ആഴ്ചയിലൊരിക്കൽ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് നൽകണമെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി മാധ്യമങ്ങളോട് സംസാരിക്കരുതെന്നും കോടതി നിർദ്ദേശിച്ചു. ഗുരുതരമായ കണ്ടെത്തലുകൾ അടങ്ങിയ റിപ്പോർട്ട് ദേവസ്വം വിജിലൻസ് കോടതിയിൽ കൈമാറി. വിജയ് മല്യ സംഭാവന ചെയ്ത സ്വർണം കൊണ്ട് പൊതിഞ്ഞ ദ്വാരപാലക ശില്പങ്ങളും പിന്നീട് സ്വർണം പൂശി വന്നതും തമ്മിൽ വ്യത്യാസമുണ്ടെന്നും റിപ്പോർട്ടിലുണ്ട്. വിശദാംശങ്ങളുമായി ആജ്ഞ രവീന്ദ്രനും BV അരുണാണ് ചേരുന്നത്. ആദ്യം ആജ്ഞയിലേക്ക്. ആജ്ഞ, ശബരിമല സ്വർണ്ണ മോഷണത്തിൽ ഗുരുതരമായ കണ്ടെത്തലുകളാണ് ഇപ്പോൾ ഈ റിപ്പോർട്ടിലുള്ളത്, കോടതിയിൽ സമർപ്പിച്ച ഈ റിപ്പോർട്ടിലുള്ളതെന്ന് അറിയുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അശ്വതി, വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസർ കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ള റിപ്പോർട്ടിൽ അങ്ങേയറ്റം ഗുരുതരമായ ക്രമക്കേടുകളാണ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. റിപ്പോർട്ടിൽ പറയുന്നതനുസരിച്ചിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നിർബന്ധത്തിലാണ് സ്വർണ്ണപ്പാളി, അതായത് ചെമ്പുപാളി സ്വർണ്ണം പൂശാനായി എത്തിച്ചത്. സ്മാർട്ട് ക്രിയേഷൻസ് നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തത വരുത്തിയിരുന്നത് സ്വർണ്ണപ്പാളിയിന്മേൽ, പൂശിയിരിക്കുന്ന പാളിയിന്മേൽ വീണ്ടും സ്വർണ്ണം പൂശാൻ കഴിയില്ല, അതിൽ സ്വർണ്ണത്തിന്റെ അംശമുണ്ടെങ്കിൽ വീണ്ടും പൂശാൻ കഴിയില്ല. അത് അവരുടെ അഭിഭാഷകർ തന്നെ നേരത്തെ അറിയിച്ചിരുന്നതാണ്. അത് സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഈ അറിയിപ്പ് അനുസരിച്ചിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നിർബന്ധത്താലാണ് ഇതിൽ നിന്നുള്ള സ്വർണം വേർതിരിച്ചെടുത്തത്. തുടർന്ന് ചെമ്പുപാളികൾ വീണ്ടും സ്വർണം പൂശുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടിലുള്ളത്. ബാക്കിയായിട്ട് കൈമാറിയ 474.9 ഗ്രാം സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വത്തിന് തിരിച്ചു നൽകിയില്ല. ഈ കാര്യം അന്വേഷിക്കണമെന്നാണ് വിജിലൻസ് ഓഫീസർ കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. സ്വർണം പൂശിയതിൽ തിരിമറി നടന്നിട്ടുണ്ടെന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. ഇക്കാര്യങ്ങൾ എല്ലാം അന്വേഷിക്കാൻ വേണ്ടിയിട്ട് SITയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. 2 ആഴ്ചയ്ക്കൊരിക്കൽ അന്വേഷണം ഏതുവരെ എത്തി അതിന്റെ അപ്ഡേഷൻസ് കോടതിയെ അറിയിക്കണം. കോടതിയെ മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടത്തേണ്ടതെന്നും കോടതി കൃത്യമായി എടുത്തു പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റി മാധ്യമങ്ങളെ കാണരുത് എന്നും കോടതി പറഞ്ഞിട്ടുണ്ട്. മാധ്യമങ്ങളുമായി ഈ വാർത്തയുടെ ഈ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ മാധ്യമങ്ങളുമായി ഷെയർ ചെയ്യരുതെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. ഈ ADGP H. വെങ്കടേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. SP S. ശശിധരനും സംഘത്തിലുണ്ട്. 2 SHOമാർ സംഘത്തിലുണ്ട്. ഇവരൊക്കെ അത് മാത്രമല്ല ഒരു സൈബർ വിദഗ്ധനും സംഘത്തിലുണ്ട്. നേരത്തെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം പ്രസിഡന്റിന് അയച്ച ഒരു ഇമെയിൽ സന്ദേശമാണ് ഇതുമായി ബന്ധപ്പെട്ട സൈബർ ഉദ്യോഗസ്ഥരെ കൂടി ഇതിൽ ഉൾപ്പെടുത്താനുണ്ടായ കാരണമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിലുള്ള ട്രാൻസാക്ഷൻസ് എന്തൊക്കെ നടന്നിട്ടുണ്ട്, അത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻസ് എന്തൊക്കെ നടന്നിട്ടുണ്ട്, ഇതൊക്കെ കൃത്യമായി രേഖപ്പെടുത്തണമെന്നും കോടതി പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ചും തിരിമറി ക്രിമിനൽ കേസായി രേഖപ്പെടുത്തി, ഈ സ്വർണ്ണപ്പാളിയിന്മേൽ നടത്തിയുള്ള തിരിമറി ക്രിമിനൽ കേസായി രേഖപ്പെടുത്തി അന്വേഷണം നടത്തണമെന്ന് തന്നെയാണ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. വിജിലൻസിനെ, അതായത് ദേവസ്വം വിജിലൻസ് ഈ വിഷയത്തിൽ നൽകിയിരിക്കുന്ന 20 പേജുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി അടിയന്തരമായി SITയെ ഇത്തരത്തിൽ അന്വേഷണത്തിൽ അടിയന്തര തീരുമാനമുണ്ടാക്കണമെന്നുള്ള ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്. അങ്ങനെയാണ്. അതുമാത്രമല്ല, ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങൾ 2 ആഴ്ചയ്ക്കുള്ളിൽ 2 ആഴ്ച കൂടുമ്പോൾ കോടതിയെ അറിയിക്കണം. 6 ആഴ്ചയ്ക്കുള്ളിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും കോടതി മെൻഷൻ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, അന്വേഷണ സംഘം റിപ്പോർട്ട് ചെയ്യേണ്ടത് കോടതിയിൽ മാത്രമാണ് എന്നാണ് വ്യക്തമായിരിക്കുന്നത്. ദ്വാരപാലക ശില്പങ്ങൾക്ക് പുറമെ, ചെമ്പുപാളികൾക്ക് പുറമെ ലിൻഡൽ വശങ്ങളിലെ ഫ്രെയിമുകൾ എന്നിവയിലും സ്വർണം പൂശിയതിൽ ക്രമക്കേടുണ്ടോ എന്ന് SITക്ക് പരിശോധിക്കാമെന്നും കോടതി അറിയിച്ചിട്ടുണ്ട്. പ്രത്യേക കേസുകൾ രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കണോ എന്ന് SITക്ക് തീരുമാനിക്കാം. 6 ആഴ്ചയ്ക്കുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കണം. 2 ആഴ്ചയിലൊരിക്കൽ പുരോഗതി റിപ്പോർട്ട് അന്വേഷണ സംഘം നേരിട്ട് കോടതിയിൽ അറിയിക്കണം. വിശദാംശങ്ങൾ മാധ്യമങ്ങളെ അറിയിക്കരുത്. സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മാധ്യമങ്ങൾ സംയമനം പാലിക്കണം. സത്യം കണ്ടെത്താനാണ് അന്വേഷണമെന്നും ജസ്റ്റിസുമാരായ ജസ്റ്റിസ് രാജ വിജയരാഘവനും അതുപോലെ KV ജയകുമാർ എന്നിവർ ചേർന്ന ഡിവിഷൻ ബെഞ്ചിന്റേതാണ് തീരുമാനം. അശ്വതി, ശരി. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. അതൊക്കെയാണ് ഇന്ന് കോടതിയിൽ സംഭവിച്ചത്. BV അരുൺ കൂടി ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അരുൺ, സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ ഹൈക്കോടതിയിൽ നിന്നുള്ള തീരുമാനം വന്നതിന് ശേഷമുള്ള മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിലേക്ക് പോകുമ്പോൾ കുറ്റവാളികൾ രക്ഷപ്പെടില്ല എന്നായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത്. ഏത് രീതിയിലായിരിക്കും മുന്നോട്ട് പോവുക? കഴിഞ്ഞ ദിവസം നിയമസഭയിൽ മന്ത്രി വാസവനും പറഞ്ഞത് അത് തന്നെയായിരുന്നു. ആരെങ്കിലും സ്വർണം കട്ടിട്ടുണ്ടെങ്കിൽ അത് ആരായാലും അത് പുറത്തു കൊണ്ടുവരുമെന്ന് ഉറച്ചു പറയുകയും ചെയ്തു. ഏത് രീതിയിലായിരിക്കും ഇനി ഒരു മുന്നോട്ട് പോക്ക് സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും ഒക്കെ? അശ്വതി, സർക്കാർ ഈ വിഷയത്തിൽ വലിയ പ്രതിരോധത്തിലാണ്. പ്രത്യേകിച്ചും ആഗോള അയ്യപ്പ സംഗമത്തിന് ശേഷം
ഭൂരിപക്ഷ സമുദായങ്ങളുടെ NSS SND പോലുള്ള സമുദായങ്ങളുടെയൊക്കെ വലിയ പിന്തുണ നേടി അത് വലിയ ഒരു ഊർജ്ജമായ തെരഞ്ഞെടുപ്പുകൾ മാറുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് ശബരിമല ഈ സ്വർണ്ണ മോഷണ വിവാദം വരുന്നത്. അതിൽ ഇപ്പോൾ ആരോപിക്കപ്പെടുന്നവർ ആരെന്ന് കൃത്യമായി ഉണ്ണികൃഷ്ണ പോറ്റിക്ക് അപ്പുറത്തേക്കുള്ള ഇന്ന് രമേശ് ചെന്നിത്തലയെ പോലുള്ള നേതാക്കൾ പറഞ്ഞു വെച്ചാണെങ്കിൽ ഇപ്പോൾ പരൽമീനുകൾ മാത്രമേ വെളിയിൽ വന്നിട്ടുള്ളൂ. വമ്പൻ സ്രാവുകളുണ്ട്. ആ സ്രാവുകളിലേക്ക് അന്വേഷണം പോകണം. അതുകൊണ്ട് ദേവസ്വം മന്ത്രി രാജിയാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. ഏതായാലും CBI അന്വേഷണം എന്ന ആവശ്യത്തിന് പ്രതിപക്ഷം പതിയെ പിന്നോട്ട് പോവുകയാണ്. ഹൈക്കോടതി മേൽനോട്ടത്തിൽ ഹൈക്കോടതി കൃത്യമായി നിരീക്ഷിച്ച അന്വേഷണം വരുമ്പോൾ സർക്കാരിന് പറഞ്ഞു നിൽക്കാവുന്ന ഒരു കാര്യം തന്നെയാണത്. കൃത്യമായി സർക്കാർ ഇപ്പോൾ വ്യക്തമാക്കുന്നത് ആര് ഒക്കെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ ഇതിൽ എല്ലാ വസ്തുക്കളും പുറത്തു വരണം. ഹൈക്കോടതി അന്വേഷണത്തിലൂടെ അതിന് സാധ്യമാകുമെന്ന പ്രതീക്ഷയാണ് സർക്കാർ ഈ ഘട്ടത്തിൽ പ്രകടിപ്പിക്കുന്നത്. സർക്കാരിനും ഇതിലെ യഥാർത്ഥ വസ്തുക്കൾ പുറത്തു വന്നേ മതിയാകൂ. വരുമ്പോൾ സ്വാഭാവികം അന്വേഷണ ഫലം വലിയ നിർണായകമായിരിക്കും CPM-നും ഒക്കെ. CPM-ന്റെ ദേവസ്വം ബോർഡുകൾ നേതൃത്വം നൽകിയ സമയത്തുള്ള അഴിമതിയാണെങ്കിൽ മോഷണമാണെങ്കിൽ അതിന് തീർച്ചയായും അവിടുത്തെ ഉദ്യോഗസ്ഥർ അന്നത്തെ പ്രസിഡന്റുമാരടക്കമുള്ളവർക്കെതിരെ നടപടി വേണ്ടിവരും. CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായ പത്മകുമാർ 2019 ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വിവാദം ഉണ്ടാകുമ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, അതിനു മുമ്പ് കോൺഗ്രസിന്റെ ഭരണസമിതിയും ഒക്കെ ഉണ്ടായിരുന്നു. ആരാണ് ഈ ഭരണസമിതിക്ക് നേതൃത്വം കൊടുത്തത്? അതുകൊണ്ട് തന്നെ അതിലെ കൃത്യമായ ആളുകളുടെ പേരുവിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. അത് CPM-നും അനിവാര്യമാണ്. ഇതൊരു ഇപ്പോൾ സർക്കാർ വ്യക്തമാക്കുന്നത് പ്രതിപക്ഷത്തിന് ഇതിലെ യഥാർത്ഥ വസ്തുത പുറത്തു വരാൻ ആഗ്രഹമില്ല. പുകമറ മാത്രം മതി. പുകമറയിൽ സർക്കാർ നിർത്തി തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതാണ് പ്രതിപക്ഷത്തിന്റെ ലാഭമെന്ന് അവർ കരുതുന്നുവെന്നാണ് CPM-ന്റെ വിശദീകരണം. അതുകൊണ്ട് തന്നെ പുകമറ മാറി ആരാണ് യഥാർത്ഥ മോഷ്ടാക്കൾ, ആരാണ് യഥാർത്ഥ കള്ളന്മാർ, അയ്യപ്പന്റെ സ്വത്ത് അടിച്ചുകൊണ്ടുപോയത് ആരാണ് എന്ന കാര്യമാണ് വ്യക്തമാകേണ്ടത്. സർക്കാരും അതിനെ ഈ ഘട്ടത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. 1:30 ദേവസ്വം മന്ത്രി VN വാസവൻ മാധ്യമങ്ങളെ കാണുന്നത് ഹൈക്കോടതി തീരുമാനത്തിലുള്ള CPM-ന്റെ നിലപാട്, സർക്കാർ നിലപാട് VN വാസവനും വ്യക്തമാക്കും. മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും VN വാസവനും അക്കാര്യങ്ങൾ വ്യക്തമായി പറയും. ഏതായാലും സർക്കാർ ഇതിന്റെ ചെമ്പ് തെളിയണമെന്ന നിലപാട് തന്നെയാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത്. പ്രതിപക്ഷത്തിന്റെ മന്ത്രി രാജിവെക്കണം, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് രാജിവെക്കണം എന്ന ആവശ്യമൊക്കെ സർക്കാർ ഈ ഘട്ടത്തിൽ തള്ളുകയാണ്. പക്ഷേ ഈ അന്വേഷണം വളരെ പ്രധാനപ്പെട്ടതാണ്. അന്വേഷണത്തിന്റെ ഫലം വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനാണ് സർക്കാരും കോടതി പറഞ്ഞതിലും ആ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. സ്വർണം പൂശലുമായി ബന്ധപ്പെട്ട ദേവസ്വം ബോർഡിന്റെ തീരുമാനങ്ങളും നടപടികളും സംശയാസ്പദമാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടിയ സാഹചര്യത്തിൽ കൂടുതൽ പ്രതിരോധത്തിലാകും ദേവസ്വം ബോർഡ്. തീർച്ചയായിട്ടും ആ ദേവസ്വം ബോർഡിന്റെ കൈകാണാൻ കഴിയില്ല. അത് ഒരു ഉദ്യോഗസ്ഥൻ മാത്രം വിചാരിച്ചാൽ കൊണ്ടുപോകാൻ കഴിയുന്ന കാര്യവുമല്ല. കൃത്യമായി എങ്ങനെയാണ് വിജയമല്യ പൂശിയ സ്വർണം 2019 ഉണ്ണികൃഷ്ണന് കൊടുത്തയക്കുമ്പോൾ അത് ചെമ്പുവാളിയ എന്ന കാര്യമാണ് ആദ്യം വ്യക്തമാക്കേണ്ടത്. എന്തിന് അത്തരം ഒരു ഉത്തരവിറക്കി? ആ ഉത്തരവിറക്കിയത് അന്നത്തെ എക്സിക്യൂട്ടീവ് ഓഫീസറും ദേവസ്വം സെക്രട്ടറി മാത്രമാണോ? അതിന് പിന്നിൽ ദേവസ്വം ബോർഡ് ഉന്നതർക്ക് പങ്കുണ്ടെന്ന കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതിന്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് മാത്രം വരുന്നതാകും. ആദ്യം തെളിയേണ്ടത് ആരാണ് ഈ സ്വർണം പൂശിയത് ചെമ്പാക്കി മാറ്റത്, അല്ലെങ്കിൽ എപ്പോഴാണ് ചെമ്പായി മാറിയത്? ഈ കാര്യത്തിൽ അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ളവർ മറുപടി പറയേണ്ടി വരും. ഈ അന്വേഷണം അതിലേക്ക് തന്നെയാകും പോകുന്നത്. അവിടെയാണ് സർക്കാരിന് പിന്നീട് വെല്ലുവിളിയായി മാറാൻ പോകുന്നത്. അതിന്റെ ഉത്തരവാദികൾ ഉദ്യോഗസ്ഥർ മാത്രം ഒതുങ്ങി ഒരുപക്ഷെ CPM സർക്കാരും പറഞ്ഞു നിൽക്കാൻ കഴിയണം. അതിനും അപ്പുറത്തേക്കുള്ള പേരുകളിലേക്ക് ഈ പറഞ്ഞതുപോലെ വമ്പൻ സ്രാവുകളിലേക്ക്, ഈ പരൽമീനുകളെ വിട്ട് സ്രാവുകളിലേക്ക് അന്വേഷണം പോയാൽ അത് ദേവസ്വത്തിന്റെ അന്നത്തെ ഭാരവാഹികളും ദേവസ്വം അംഗങ്ങളും ദേവസ്വം പ്രസിഡന്റും ഒക്കെ അതിൽ പ്രതികളായി മാറിയാൽ CPM-ന് ആശ്വസിക്കാനുള്ള വകയല്ല. അത് കൂടുതൽ പ്രതിരോധത്തിലേക്ക് CPM-നും സർക്കാരിനെയും കൊണ്ട് എത്തിക്കുന്ന കാര്യം തന്നെയാകും. ഏതായാലും ഈ ഹൈക്കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ നിരീക്ഷണത്തിൽ നടക്കുന്ന അന്വേഷണത്തിന്റെ ഫലം തന്നെയാകും CPM-നും CPM രാഷ്ട്രീയത്തിനും വളരെ നിർണായകമായി മാറാൻ പോകുന്നത്. ശരി, VV അരുണാണ് വിശദവിവരങ്ങൾ നൽകിയത്.